എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണങ്ങളായി പോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആവില്ല. അപ്പോൾ ഈ ഒരു മീഡിയം സൈസിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വലിയൊരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത്, ഇനി നല്ലൊരു എരിവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്തിട്ട് എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. അതുപോലെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഇത് കഴുകി വാർന്നെടുത്ത ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. നന്നായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം. അല്ല, ഇനി നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വാരുന്ന ആ ഒരു വെള്ളം തന്നെ ഇതിലിട്ടുണ്ടാവും, അത് ഇറങ്ങി വരും. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കിട്ടുന്നത് കേട്ടോ. ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാക്കി വെക്കരുത്, ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കും. കൂടുതൽ ഫ്ലെയിമിലിട്ട് പോയാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞിട്ട് പോവും. അപ്പോൾ നമ്മൾ മീഡിയത്തിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പോയാൽ വെളിച്ചെണ്ണ അവിടെ കുടിച്ചിട്ട് പോവും. എണ്ണ എല്ലാം കുടിച്ചിട്ട് അത് ക്രിസ്പി ആക്കാണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാൽ ലോ ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് മീഡിയത്തിലൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുള്ള നമ്മളുടെ കോളിഫ്ലവർ എല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡായിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ തയ്യാറാക്കി എടുക്കാനില്ല. അപ്പോൾ നമ്മളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് സാധാ ഊണിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കില്ലേ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.